ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഏക സിവിൽ കോഡിനെ എതിർക്കുന്ന ആളുകൾ ആരാണ് എന്ന് നോക്കിയാൽ മതി. ഒന്ന്. രണ്ട്, ഏക സിവിൽ കോഡിനെ എതിർക്കുന്നതിന്റെ കാരണങ്ങൾ കൂടി ഒന്ന് നോക്കിയാൽ മതി. ഇപ്പോ ക്രിമിനൽ കോഡ് ഏകീകരിച്ചല്ലോ. എന്തേ ഇവര് ക്രിമിനൽ കോഡ് ശരീഅത്ത് നിയമപ്രകാരം മതി എന്ന് പറയാത്തത്? കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, ഇതായിരുന്നല്ലോ നിയമം. കട്ടാൽ കട്ടവന്റെ കൈയെടുക്കണം. എന്തേ ഈ നിയമത്തിന് വേണ്ടി ഇവര് കോലാഹലം ഉണ്ടാക്കാത്തത്? ദുർനടപ്പുകാരെ എറിഞ്ഞു കൊല്ലണം. ഇതൊക്കെയാണ് ഇസ്ലാമിന്റെ ശരീഅത്ത് നിയമങ്ങൾ, രീതി. കൊലയ്ക്ക് പകരം കൊല. പ്രവാചകനെ ആരെങ്കിലും എതിർക്കുകയോ വിമർശിക്കുകയോ ചെയ്താൽ, ഇസ്ലാം എന്ന മതത്തെ മതമായിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് നൽകേണ്ടുന്ന ശിക്ഷാ രീതികളെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ ക്രിമിനൽ കോഡുകളൊന്നും ഞങ്ങൾക്ക് ഏകീകരിക്കേണ്ട, ഞങ്ങൾക്ക് അതെല്ലാം ഇസ്ലാമിക നിയമപ്രകാരം ഉള്ളതായാൽ മതിയായിരുന്നു എന്ന് എന്തുകൊണ്ടാ പറയാത്തത്? ആ സമയത്ത് മതത്തിന് ഒരു പോറല് പോലും തട്ടാതിരിക്കെ എന്തുകൊണ്ടാണ് വിവാഹം എത്ര കെട്ടണം? 4-5 കെട്ടാൻ പറ്റില്ല. വിവാഹമോചനം തോന്നുന്നത് പോലെ ഒഴിവാക്കാൻ പറ്റില്ല. ഒരു കേക്ക് മുറിച്ചു എന്ന കാരണത്താൽ ഉടനെ തന്നെ തൊലാക്ക് ഒറ്റയ്ക്ക് ജീവിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. കാരണ സഹിതം അവിടെ കാരണങ്ങൾ ബോധ്യപ്പെടുത്തണം. ആർബിട്രേറ്റർ ഇടപെടണം. കോടതി വ്യവഹാരങ്ങൾക്ക് അതീതമായിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് നിന്നുകൊണ്ടുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. തുടങ്ങിയ ഒട്ടനവധി നിയമങ്ങളുണ്ട്. വിവാഹം, വിവാഹമോചനം, അനന്തരാവകാശം, മാതാപിതാക്കളുടെ സമ്പത്ത് പെണ്ണാണ് എന്ന് പറഞ്ഞ് പകുതി കൊടുത്ത ആണിനെ ഇരട്ടി പറ്റില്ല. വഖഫ് തോന്നുന്നത് പോലെ ഏവന്റെ സ്വത്തും കയറി ക്ലെയിം ചെയ്യാനുള്ള അധികാരം. അപ്പൊ ഇതിനൊക്കെ വിലങ്ങ് തെടിയായി ഏക സിവിൽ കോഡ് വന്നാൽ ആർക്കാണ് ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്നത്? ഇവിടെയൊക്കെ സ്ത്രീ വിരുദ്ധരായ ആളുകൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ എവിടെയാണ്? പുരുഷാധിപത്യ സമൂഹത്തിനു വേണ്ടി പുരുഷന്മാരാൽ ഉണ്ടാക്കപ്പെട്ട നിയമങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമായി വന്നാൽ ഇവർക്കത് അംഗീകരിക്കാൻ പറ്റുമോ? അത് അവരുടെ കുഴപ്പമാണോ? അവരിത്രയും കാലവും ശീലിച്ച് പാലിച്ച് പോന്ന, ഇവരനുഭവിച്ചു വന്ന ആനുകൂല്യങ്ങൾ പെട്ടെന്നൊരു ദിവസം എടുത്തു കളയാന്ന് വെച്ചാൽ ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഇതിനകത്ത് ഒരു ഒരു സെക്കൻഡ് നമ്മൾ PM നിയാസിലേക്ക് പോയില്ല. PM നിയാസിന്റെ വാക്കുകൾ കേട്ട ശേഷം നമുക്കൊന്ന് തിരിച്ചു വന്നാൽ മതിയല്ലോ. ശ്രീ PM നിയാസ്, താങ്കൾ ഈ ചർച്ചയിൽ കുറച്ച് വൈകിയാണ് കയറിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്ത വിഷയം എന്ന് പറയുന്നത് ഇന്ന് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം 2 നിർണായകമായ ചുവടുവെപ്പുകൾക്ക് സാക്ഷിയാകുകയാണ്. ഒന്ന്, ഉത്തരാഖണ്ഡിൽ UCC പ്രാവർത്തികമായി ഇരിക്കുകയാണ്. ഏക സിവിൽ കോഡ് അവിടെ നിലവിൽ വന്നിരിക്കുകയാണ്. രണ്ടാമത്, വഖഫ് ഭേദഗതി ബില്ലിന് സംയുക്ത പാർലമെന്ററി സമിതിയുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നു. അതായത് വളരെ പുരോഗമനപരമായ കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് ഈ 2 സുപ്രധാന നടപടികളുമായി മോദി സർക്കാർ പോകുമ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിലെ കറുത്ത ദിനമെന്നാണ് പ്രതിപക്ഷം ഇതിനെ വിശേഷിപ്പിച്ചത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നിലപാടിലേക്ക് പ്രതിപക്ഷം എത്തിയത്? നോക്കൂ നീലിമ, ഇവിടെ ഇന്ത്യ ഭരിക്കുന്നതും കേരളം ഭരിക്കുന്നതും ഒക്കെ ഒരു ജനാധിപത്യ സർക്കാരുകളുടെ പ്രതിനിധിയായിട്ടാണ്. ഈ ജനാധിപത്യ സർക്കാരുകളുടെ പ്രതിനിധി ആവണമെങ്കിൽ ഇന്ത്യയിൽ റിപ്പബ്ലിക് ആയതുകൊണ്ടാണ്. ആ റിപ്പബ്ലിക് ആവണമെങ്കിൽ ഇവർ കോൺസ്റ്റിറ്റ്യൂഷൻ വേണം. ഇതൊക്കെ സാധാരണ എല്ലാവർക്കും അറിയുന്നതാണ്. അത് എഴുതപ്പെട്ട ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ ഭരണഘടന ഇന്ത്യയിലാണുള്ളത്. ആ ഇന്ത്യയിൽ ഭരണഘടന വളരെ കൃത്യമായി എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നരേന്ദ്രമോദി വന്നാലും മറ്റ് ഏതെങ്കിലും ഒരു നേതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാലും അദ്ദേഹത്തിന് മുമ്പിൽ എങ്ങനെയെല്ലാം ഭരിക്കാം, എങ്ങനെയെല്ലാം അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാം എന്നതിനെ സംബന്ധിച്ച് ഒരു നിയമം ഭരണഘടനയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഭരണഘടനയിലെ അന്തസത്തയാണ്. അന്തസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? ഇന്ത്യ ഒരു സെക്യുലർ രാജ്യമാണ്. ഇന്ത്യ മതനിരപേക്ഷമായ രാജ്യമാണ്. ആ മതനിരപേക്ഷ ഇന്ത്യയുടെ ഭരണഘടനയിൽ ഇന്ദിരാഗാന്ധി ഉള്ളപ്പോൾ ഭരണഘടനാ ഭേദഗതി വരുത്തി ഇന്ത്യ സെക്യുലർ രാജ്യമായി ഇന്ത്യയെ മാറ്റിവെച്ചു. എന്താണ് സെക്യുലർ എന്ന് ഞാൻ എന്റെ സഹപാനലിസ്റ്റോട് പറയേണ്ട കാര്യമില്ലല്ലോ. അത് ഞാൻ വിശ്വസിക്കുന്ന മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം. അത് ഏത് പ്രകാരമാണ്? ഈ രാജ്യത്തിലെ നമ്മുടെ പ്രൊപ്പഗേഷൻ ഓഫ് സർട്ടൻ റിലീജിയൻ ആർട്ടിക്കൽ 25 പ്രകാരം, ഇന്ത്യ ആർട്ടിക്കൽ 21 പ്രകാരം എന്റെ ജീവനും എനിക്കുള്ള ലിബർട്ടി, എനിക്ക് ഏറ്റവും കൂടുതൽ സ്പീച്ച് ഫ്രീഡത്തിലുള്ള 19 ഉൾപ്പെടെ നമ്മൾ ആർട്ടിക്കൽ 26 ആർട്ടിക്കൽ 26 ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ്. അത് നമ്മുടെ ആർട്ടിക്കിളാണ്. ആർട്ടിക്കൽ 27 ഫ്രീഡം ആസ് ടു പേയ്മെന്റ് ഓഫ് ടാക്സസ് ഫോർ പ്രൊമോഷൻ ഓഫ് എനി റിലീജിയൻ. അതുപോലെ ആർട്ടിക്കൽ 28 ഫ്രീഡം ആസ് ടു അറ്റൻഡൻസ് ഓഫ് റിലീജിയൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. എല്ലാം
വളരെ വ്യക്തമായി എഴുതിയതാണ്. എന്താണ് അതിന്റെ എസൻസ്? ഇവിടെ എന്റെ പാനലിസ്റ്റുകൾ പറഞ്ഞതുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടന മാറ്റാൻ കഴിയില്ലല്ലോ. ഇന്ത്യയുടെ ഭരണാധികാരിയായ ഇന്ത്യയുടെ പ്രസിഡന്റിന് ഏകപക്ഷീയമായി ഭരണഘടന മാറ്റാൻ പറ്റുമോ? ഇല്ല. ഭരണഘടന മാറ്റണമെങ്കിൽ അതിന്റെ 1, 2, 3 ഭാഗങ്ങളിൽ മാറ്റം വരുത്തണമെങ്കിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ 3/2 ഭൂരിപക്ഷത്തോടുകൂടി പാസ്സാക്കണം. അത് ലോകസഭയും പാർലമെന്റും ലോകസഭയും രാജ്യസഭയും പാസ്സാക്കണം. ചില വിഷയങ്ങളിൽ ഇന്ത്യയിലെ 3/2 സംസ്ഥാനങ്ങൾ പാസ്സാക്കണം. അപ്പൊ എന്താണ് കാര്യം? ഇവിടെ അന്ന് പറയുന്നു ഒരു രാജ്യം ഒരു നീതി ഒരു നിയമം. ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോ വായിച്ചോക്കെ എന്താ ഇതിന് മൈനോറിറ്റിയെ സംബന്ധിച്ച് ആർട്ടിക്കിൾ ഒരു മതേതര രാജ്യമാണ് ഭാരതം എങ്കിൽ ഈ പറയുന്ന പോലെ നീതിയും ന്യായവും നിയമവും ഇതെല്ലാം ഒരുപോലെ ആകണ്ടേ? അതിനെന്തിനാണ് നിങ്ങൾ എതിർക്കുന്നത്? മൈനോറിറ്റികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും റൈറ്റ് ടു ഇക്വാലിറ്റി, അത് പ്രിയാമ്പിൾ ഉള്ളതാണ്. എന്താണ് ഇക്വാലിറ്റിയിൽ എന്താണ് ഭരണഘടന എഴുതിയിട്ടുള്ളത്? എന്റെ സുഹൃത്ത് ഉല്ലാസ് ബാബു വക്കീലാണല്ലോ. നിയമത്തെക്കുറിച്ചും ഭരണഘടനയെ കുറിച്ചൊക്കെ അത്യാവശ്യം മനസ്സിലാക്കിയ ആളാണല്ലോ. ഞാൻ റിപ്പബ്ലിക് പാർട്ടിയുടെ പ്രതിനിധിയെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അവർക്ക് ഇക്കാര്യത്തെ കുറിച്ച് അറിവുണ്ടോ ഇല്ലെന്ന് എനിക്ക് അവർ അഭിഭാഷകരായി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആളല്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രിയപ്പെട്ട നീലിമ, നമ്മൾ കണ്ണടച്ചിരുട്ടാക്കാം, പക്ഷെ ഭരണഘടന ഇല്ലാതാക്കി മുന്നോട്ട് പോകാൻ ഒരു ഭരണാധികാരിക്ക് സാധിക്കില്ല. ഇവിടെ എന്താണ് ഏക സിവിൽ കോഡ്? ഞാൻ ഈ പറഞ്ഞ എല്ലാ ആർട്ടിക്കിളിനും വിരുദ്ധമായ നിലപാടാണ്. എന്തുകൊണ്ടാണ് വിരുദ്ധത എന്ന് പറയുന്നത്? ഞങ്ങൾ മൈനോറിറ്റിയുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഭരണഘടനാ തീരുമാനം എല്ലാ റിലീജിയസിനും അവരുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ എന്റെ മതത്തിൽ ഒരു ആരോഗ്യമുള്ള പുരുഷന് സാമ്പത്തികമുണ്ടെങ്കിൽ 4 ഭാര്യമാർ വരെ ആകാം ഒരേ സമയം. ആരോഗ്യമുള്ള കാഫിറായ പുരുഷന് 4 ഭർത്താക്കന്മാര് 4 ഭാര്യമാരാകാമോ? ആരോഗ്യം ഇപ്പൊ മുസ്ലിം പുരുഷന്മാര് മാത്രമല്ലല്ലോ. നമ്മളിപ്പോ മെക്സെവൻ ഒക്കെ ചെയ്തിട്ട് നല്ല പവറായിരിക്കുന്നുണ്ട്. തന്നെയുമല്ല, നബിക്കല്ലേ 40 പുരുഷന്റെ ശക്തി കിട്ടിയത്. ഈ ആരോഗ്യവും സമ്പത്തുമുള്ള കാഫിറുകളായ പുരുഷന്മാർക്ക് 4 കെട്ടാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? അത് എന്റെ മതം വിശ്വസിക്കുന്നതാണ്. ഞങ്ങളൊന്നും അങ്ങനെ മതം പറഞ്ഞുകൊണ്ട് അങ്ങനെ കഴിക്കണം എന്നല്ല, കഴിക്കേണ്ടവർക്ക് കഴിക്കാം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മുസ്ലിം മതത്തിൽ തന്നെ 2 അഭിപ്രായങ്ങളുണ്ട്. മുസ്ലിം സ്ത്രീകൾ പള്ളികളിൽ പോകാൻ പാടില്ല. ഒരു മതപണ്ഡിതർ അത് വ്യാഖ്യാനിച്ച ഒരു കാര്യമാണ്. നമ്മുടെ ആധുനിക സമൂഹത്തിലാണല്ലോ ജീവിക്കുന്നത്. താങ്കൾ പറയുന്നത് ഇപ്പോൾ 4 പേരെ കല്യാണം കഴിക്കണം, 4 കെട്ട് കെട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ആകാമെന്നാണല്ലോ താങ്കൾ പറഞ്ഞു വരുന്നത്. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ആകാമെന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. അന്ന് എല്ലാവർക്കും ഒരുപോലെ എല്ലാ ഹിന്ദുക്കൾക്കും അഹിന്ദുക്കൾക്കും ഒക്കെ പ്രവേശിക്കാൻ പറ്റുമോ? എന്താ കാരണം? റിലീജിയസ് ആയിട്ട് അവർക്ക് വിശ്വാസ പ്രമാണം അനുസരിച്ച് അവർക്ക് അങ്ങനെ ആവാം. അതിന് എന്ത് തരത്തിലുള്ള നിയമം കൊണ്ടുവന്നാൽ ഏകവിശ്വാസമാകാൻ പറ്റുമോ? നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ കല്യാണ രീതി, വിവാഹ രീതി വേറൊന്നാണ്. നിങ്ങളുടെ സ്വത്തുക്കളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വേറൊന്നാണ്. ഞങ്ങളുടെ സ്വത്തുക്കൾ, ഇസ്ലാം മത സ്വത്തുക്കൾ അനുസരിച്ച് ഒരു അച്ഛൻ മരിച്ചാൽ പെൺമക്കൾക്ക് ഒരവകാശവും ആൺമക്കൾക്ക് 2 അവകാശമാണ്. ക്രിസ്ത്യൻ സമുദായത്തിൽ ഒരു അച്ഛൻ മരിച്ചാൽ, അമ്മ മരിച്ചാൽ കുട്ടികൾക്കുള്ള അവകാശങ്ങൾ. ഈ രീതിയൊക്കെ മാറ്റി തിരുത്തുന്നതിനു വേണ്ടിയാണ് ജനാധിപത്യം. ഈ നിയമങ്ങൾ പാകിസ്ഥാനിലും അഫ്ഗാനിലും ഇറാനിലും ഒക്കെയേ പറ്റൂ. നമ്മുടെ രാജ്യത്ത് ഭരണഘടനാപരമായി ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും പൗരാവകാശവും ജനാധിപത്യപരമായിട്ടുള്ള മൗലികമായ അവകാശങ്ങളും ഒക്കെ ഉള്ളപ്പോൾ ആണെന്നും പെണ്ണെന്നും വിവേചനമില്ലാതെ 2 പേർക്കും ഈക്വൽ റൈറ്റിന് വേണ്ടിയാണ് നമ്മൾ ഈ കണ്ട കഷ്ടപ്പാടെല്ലാം കഷ്ടപ്പെടുന്നത്. 2 രീതിയിലാണ്. ഹിന്ദുക്കൾക്ക് മരുമക്കത്തായ സിസ്റ്റമുള്ള സ്ഥലങ്ങളുണ്ട്, മക്കത്തായ സിസ്റ്റമുള്ള സ്ഥലങ്ങളുണ്ട്. മക്കത്തായ സിസ്റ്റങ്ങളിലെ സിസ്റ്റം പോലെ എല്ലാം മരുമക്കത്തായ ഉള്ളത്. ഇതാണ് ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. അതെല്ലാം നിങ്ങൾക്ക് അന്ന് അധികാരമുണ്ട് എന്ന് വിചാരിച്ച് അങ്ങ് തീരെഴുതാൻ ഇന്ത്യയുടെ ഭരണഘടന എന്താ നിങ്ങൾ ഉമ്മാക്കി കാണിച്ചത് മാറ്റാൻ കഴിയുമോ? അതാണ് ചോദ്യം. ഇതാണ് ചോദിക്കുന്നത്. അന്ന് കോൺഗ്രസിന്റെ കയ്യിൽ അധികാരമിരുന്നത് കൊണ്ട് മുസ്ലിങ്ങൾക്ക് വഖഫ് വേണോ, പൊതു സിവിൽ കോഡ് വേണ്ട, അവർക്ക് ആനുകൂല്യങ്ങൾ, മുസ്ലിം സംവരണങ്ങൾ ഇതെല്ലാം കൊടുക്കാൻ എങ്ങനെ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് നമ്മുടെയും ചോദ്യം. ഇതിനൊക്കെ ഇനിയും മാറ്റം വരേണ്ടതില്ലേ? ആരോഗ്യമുള്ള എല്ലാ പുരുഷന്മാരും സമ്പത്തുള്ള എല്ലാ പുരുഷന്മാരും ഇങ്ങനെ യഥേഷ്ടം അങ്ങ് കെട്ടാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യവും അവരുടെ അവകാശങ്ങളും ഒക്കെ ആരുടെ കൈയുടെ കീഴിലാകും?